നമസ്കാരം, കേരള ന്യൂസിലേക്ക് സ്വാഗതം. യുദ്ധത്തിലൂടെ എല്ലാം നേടിയെടുക്കാൻ ശാശ്വത സമാധാനം നേടാൻ ഇറങ്ങിപ്പുറപ്പെട്ട ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ഇപ്പോൾ ബങ്കറുകളിൽ തന്നെ തുടരേണ്ട ഗതികെട്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഓരോ ദിവസവും ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ അതിശക്തവും ഭയാനകവുമായ ആക്രമണങ്ങളാണ് ഇസ്രായേലിലേക്ക് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ 6 സൈനികരെ കരയുദ്ധത്തിലൂടെ ഹിസ്ബുള്ള വധിച്ചു. അതും എലികളെ കെണിവെച്ച് പിടിക്കുന്ന പോലെ കെട്ടിടങ്ങൾക്കുള്ളിൽ വെടിവെച്ച് സ്ഫോടനത്തിലൂടെ കൊലപ്പെടുത്തി. അതോടൊപ്പം ഇസ്രായേലിന്റെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് ആക്രമണങ്ങൾ തുടരുകയാണ് ഹിസ്ബുള്ള. ഇസ്രായേൽ പ്രതിരോധ ആസ്ഥാനം പോലും ലക്ഷ്യമിടുന്ന വിധത്തിലേക്ക് ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങൾ കടക്കുകയാണ്. ഹൈഫ ഉൾപ്പെടെയുള്ള പല നഗരങ്ങളും കേന്ദ്രീകരിച്ച് തുടർച്ചയായ ആക്രമണങ്ങൾ ഉണ്ടാകുന്നതോടുകൂടി ഗാസയിലെ ജനങ്ങൾ അനുഭവിക്കുന്നതിന് സമാനമായ ദുരിതമാണ് ഇസ്രായേലികൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നിരവധി ചർച്ചകൾ മാത്രമായി നടന്നിരുന്നത് ഇപ്പോൾ ഹിസ്ബുള്ളയുമായി ഒരു വെടിനിർത്തലിലേക്ക് ഇസ്രായേൽ സ്വമേധയായി കടന്നിരിക്കുകയാണെന്ന നിർണായകമായ ഒരു വിവരമാണ് പുറത്തു വന്നിട്ടുള്ളത്. അമേരിക്കൻ മാധ്യമമായ വാഷിംഗ്ടൺ പോസ്റ്റ് ആണ് ഇതുമായി ബന്ധപ്പെട്ട നിർണായകമായ ഒരു വാർത്ത പുറത്തുവിട്ടത്. തന്റെ മന്ത്രിസഭാ അംഗമായ റോഡമർ ഇത്തരമൊരു വെടിനിർത്തൽ ചർച്ചയുമായി ബന്ധപ്പെട്ട അമേരിക്കയിൽ എത്തിയിട്ടുണ്ടെന്നും റോഡമർ ഡൊണാൾഡ് ട്രംപുമായും തന്റെ മരുമകൻ ജാനറ്റ് കുഷ്ണറുമായും കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെന്നുമാണ് വാഷിംഗ്ടൺ പോസ്റ്റിന്റെ റിപ്പോർട്ടുകൾ. ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വെടിനിർത്തലിലേക്ക് ഇസ്രായേൽ സ്വമേധയാൽ കടക്കാൻ വേണ്ടിയുള്ള ചർച്ചകളിലേക്ക് തുടക്കമിടാൻ പോവുകയാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഡൊണാൾഡ് ട്രംപ് തിരഞ്ഞെടുപ്പ് അഭിമുഖീകരിച്ചതെല്ലാം ഈ യുദ്ധവിരുദ്ധ നിലപാട് മുന്നോട്ട് വെച്ചുകൊണ്ടായിരുന്നു. അതിനുള്ള പ്രധാനപ്പെട്ട കാരണമായി ട്രംപ് തിരഞ്ഞെടുപ്പിൽ ഉയർത്തിക്കാട്ടിയത് ജോ ബൈഡന്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ ഭരണകൂടം ആയുധങ്ങളും തന്റെ സംവിധാനങ്ങളും ഒക്കെ അനിയന്ത്രിതമായി യുക്രൈനും ഇസ്രായേലിനും നൽകി എന്നതിൽ അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതി തകരുകയാണെന്നും അമേരിക്കയുടെ ആയുധബലം കുറയുകയാണെന്നും അമേരിക്കയുടെ ആഭ്യന്തര സുരക്ഷയെ പോലും തകരാറിലാക്കുന്ന വിധത്തിൽ ജോ ബൈഡൻ ഭരണകൂടം യുദ്ധങ്ങൾക്ക് വേണ്ടിയുള്ള നേതൃത്വം നൽകുകയാണെന്നും എന്നൊക്കെയാണ് ട്രംപ് തന്റെ തിരഞ്ഞെടുപ്പുകളിൽ പറഞ്ഞത്. ഇപ്പോൾ തന്നെ ചില മാധ്യമങ്ങൾ പറയുന്നത് ട്രംപ് അധികാരത്തിൽ കയറിയാൽ ഉടൻ തന്നെ യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കമായിരിക്കും നടത്തുക എന്നതാണ്.